പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തിൻ കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞ പ്രവചന ശബ്ദങ്ങൾ, വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ നിറവേറുമോ? ഒരു സംശയിപ്പിക്കുന്ന ചിന്തകൾ നമ്മെ കൊണ്ടിട്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ കൊണ്ടിട്ട് ഇനി ഈ വാഗ്ദത്തങ്ങൾ നിറവേറാനുള്ളതാണോ, വെറുതെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതാണോ എന്നുള്ള ഇത്യാദി ചോദ്യചിഹ്നങ്ങൾ ഒരു പക്ഷെങ്കിൽ നാം ഏവരും ചിന്തിക്കാറുള്ളതാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മോടൊരു വാഗ്ദത്തം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രവചന ശബ്ദം കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റാനും ശക്തനായവനാണ് ദൈവം. വളരെ പ്രാർത്ഥനയോടെ ദൈവവചന ചിന്തയിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 29-ാം വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ഒരു വാർദ്ധക്യം ചെന്ന ഒരു മനുഷ്യൻ മരണത്തോടടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ മരിക്കുമെന്നുള്ള തൻ്റെ ചിന്തയിൽ താൻ ആയിരിക്കുന്ന അവസ്ഥയ്ക്കകത്തു നിന്ന് തന്നോട് പറഞ്ഞൊരു വാഗ്ദത്തം തൻ്റെ കരങ്ങളിൽ എടുത്ത് താൻ പറയുന്ന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. 26-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ മേൽ പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ നിറവേറ്റാതെ, അത് സാക്ഷാത്കാരണത്തിലേക്ക് എത്തിക്കാതെ ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് നമ്മെ വിളിക്കത്തില്ല എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ് വായിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. എന്നാൽ നമ്മുടെ മേൽ വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുമോ എന്നുള്ളൊരു സംശയത്തിൻ്റെ നിഴലുകളും എക്കാലത്തും കൊണ്ടിടാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ആരുടെ മേലാണ് ഈ വാഗ്ദത്തങ്ങൾ കേൾക്കുന്ന അനേകരാണെങ്കിലും ആരുടെ മേലാണ് ഈ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുന്നത്? തൊട്ട് മുമ്പിലത്തെ വേദഭാഗം വായിക്കുന്നു. 25-ാം വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: യെരൂശലേമിൽ ശിമ്യോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നാം ജീവിക്കുന്നത്. പലരും വലിയ പ്രവചന ശബ്ദങ്ങൾ കേൾക്കപ്പെട്ടവരും വാഗ്ദത്തങ്ങൾ ലഭിക്കപ്പെട്ടവരുമാണ്. എന്നാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാകാതിരിക്കുന്ന സമയങ്ങളിൽ ക്ഷീണിച്ചു പോകുകയും വഴിയിൽ വെച്ച് തളർന്നു വീണു പോവുകയും ചെയ്യുന്ന അനേകരെ നമുക്ക് കാണാറുണ്ട്. അവർ ദൈവത്തെ കുറ്റം പറഞ്ഞു ദൈവാശ്രയത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഒരു കാഴ്ച കാണാറുണ്ട്. കാരണം ഒന്നേ ഉള്ളൂ: വാഗ്ദത്തങ്ങളിലേക്ക് നാം അടുക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ മറു സൈഡിൽ പ്രതികൂലങ്ങളുടെ കാറ്റുകളാഞ്ഞടിക്കാം, പ്രതിസന്ധികളാഞ്ഞടിക്കാം. പക്ഷെങ്കിൽ നാം കേട്ട വാഗ്ദത്തം മാത്രമായിരിക്കണം നമ്മുടെ നെഞ്ചിൽ, നമ്മുടെ ചിന്തകൾക്കകത്ത്. നാം കേട്ട വാഗ്ദത്തങ്ങൾക്കെതിരായിരിക്കാം ഒരു പക്ഷെങ്കിൽ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചിന്ത വരും: ഈ വാഗ്ദത്തങ്ങളൊക്കെ നിറവേറപ്പെടേണ്ടത് തന്നെയാണോ? ഇത് നിറവേറുമോ? അങ്ങനെയുള്ള ചിന്ത വരുമ്പോഴാണ് പിന്മാറിപ്പോകുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം പഠിക്കുമ്പോൾ ഒരു മനുഷ്യന് ദൈവം കൊടുക്കുന്ന ഒരു സ്വപ്നം, ആ സ്വപ്നം സഹോദരങ്ങളോടും അപ്പനോടും ഒക്കെ ചെന്ന് സന്തോഷത്തോടെ പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അടുത്ത സമയത്ത് സംഭവിക്കുന്നത്, കണ്ട സ്വപ്നങ്ങൾക്ക് വിരോധമായി തൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ എഴുന്നേറ്റ് വരാൻ തുടങ്ങി. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ തകർന്നെന്നല്ല, ദൈവം പറഞ്ഞ പ്രവചന ശബ്ദങ്ങൾ ഇല്ലാതായി പോയെന്നല്ല,
നമ്മെ വാഗ്ദത്തങ്ങളിലോട് അടുപ്പിക്കാതിരിക്കാൻ, നമ്മെ കേൾപ്പിച്ച പ്രവചന ദൂതുകളിലേക്ക്, അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ ഒരു സൈഡിൽ പിശാച് തന്ത്രങ്ങൾ മെനയുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് വാഗ്ദത്തം നാം നമ്മുടെ ചിന്തയിൽ വെച്ച് അതുമായി മുൻപോട്ട് സഞ്ചരിക്കാൻ കഴിയുന്നെങ്കിൽ, നാം ഇന്ന് വായിച്ച് കേൾക്കപ്പെട്ടതുപോലെ കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണാതെ ശിമ്യോനെ നീ മരണം കാണത്തില്ലെന്ന് പറഞ്ഞതുപോലെ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാനൊരു പ്രവചന ശബ്ദം കൈമാറുന്നു. അങ്ങയുടെ മേൽ പകർന്നിട്ടുള്ള ചില വാഗ്ദത്തങ്ങൾ, അങ്ങ് കേൾക്കപ്പെട്ട ചില ദൈവശബ്ദങ്ങൾ, അതിനു വിപരീതമായി ജീവിതത്തിൽ എഴുന്നേറ്റു നിൽക്കുന്ന, ജീവിതത്തിലുടനീളം കാണുന്ന ചില പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, അതിനെ വഴിമാറ്റി വിട്ടിട്ട് ദൈവിക വാഗ്ദത്തങ്ങളും ദൈവിക പ്രവചന ശബ്ദങ്ങളും നിറവേറ്റി തരാൻ കരുത്തുള്ളൊരു ദൈവത്തിൻ്റെ കരം ഇന്ന് പകലും ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ചില വാഗ്ദത്തങ്ങളോട് അടുക്കാതിരിക്കാൻ, കേൾക്കപ്പെട്ട വാഗ്ദത്തങ്ങളെ ആട്ടിമറിച്ച് കളഞ്ഞ് വിശ്വാസത്തിൽ നിന്ന് തന്നെ തള്ളിക്കളയുന്നത് പോലെയുള്ള സാഹചര്യങ്ങൾ ജനിപ്പിക്കുന്ന, സാഹചര്യങ്ങൾ ഉളവാക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ വെട്ടിമാറ്റി ദൈവപ്രവൃത്തി കാണുമെന്ന് പറഞ്ഞാൽ അതിനോട് ആമയം പറഞ്ഞ് ജീവിതത്തിൽ അത് വെളിപ്പെടട്ടെ എന്ന് സ്വീകരിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. ഒന്നു മാറി പ്രതിസന്ധികൾ വരുമ്പോൾ, മാറി പ്രതികൂലങ്ങളുടെ കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി പ്രാർത്ഥിച്ചിട്ട് യാതൊരു ഫലവുമില്ല എന്ന് പറഞ്ഞ് പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലേക്ക് മാറി നിൽക്കാതെ, എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും പ്രതിസന്ധികൾ വന്നാലും അതെൻ്റെ വാഗ്ദത്തങ്ങളെ അട്ടിമറിക്കാൻ കഴിയത്തില്ല, അതെൻ്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ അട്ടിമറിക്കാൻ കഴിയത്തില്ലെന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്നെങ്കിൽ ചില വാഗ്ദത്തങ്ങൾ നിറവേറ്റി തരാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. ഇവിടെ ശിമ്യോൻ എന്ന ദൈവ മനുഷ്യനോട് പറയുന്നു, അവൻ നീതിമാനാണ്, ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനാണ്, പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. അങ്ങനെയുള്ള വ്യക്തികളോട് പറയുന്ന ദൂതാണ് ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. കർത്താവിൻ്റെ ക്രിസ്തുവിനെ, ആമേൻ, സ്തോത്രം, കാണും മുമ്പേ മരണം കാണത്തില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്ന ശിമ്യോനെ, നീതിമാനായിരിക്കുന്ന മനുഷ്യ, താങ്കളെ കൈവിടാത്ത വാഗ്ദത്തങ്ങൾ വെളിപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം. താങ്കൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടാണോ നിൽക്കുന്നത്? പരിശുദ്ധാത്മാവിൽ തന്നെയാണോ മുൻപോട്ട് മൂവ് ചെയ്യുന്നത്? നിശ്ചയമായി ചില വാഗ്ദത്തങ്ങൾ താങ്കളുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുത്തി തരും ദൈവം. 29 ഇപ്പോൾ നാഥാ തിരുവചനം പോലെ നീ അടിയനെ വിട്ടയക്കും. പറഞ്ഞ വാഗ്ദത്തം എന്താണോ അത് അവൻ്റെ മേൽ നിറവേറ്റി കൊടുക്കുവാൻ ദൈവശക്തി. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, എന്ത് ചെയ്യണമെന്നല്ല അറിയാത്ത ആകുലത്തിൽ നിൽക്കുകയാണെങ്കിൽ, വേദനയിൽ നിൽക്കുന്നെങ്കിൽ, ചില വാഗ്ദത്തങ്ങൾ താങ്കളുടെ മേൽ നിറവേറ്റി തരാൻ ഇന്നു പകലും സർവശക്തൻ ശക്തിയോടെ പ്രവർത്തിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ മുൻപോട്ട് പോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.